സമയമില്ലാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു വിഷയമാണ്. സമയമില്ലാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു സൂം മീറ്റിങ്ങിൽ പങ്കെടുത്ത സമയത്ത് അതിൽ പങ്കെടുത്ത ലേഡി പറഞ്ഞു, ഈ നോമ്പ് റംസാൻ മാസമായതുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയമാണിത്. കാരണം ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അൽറവാബി ഡയറി എന്ന് പറഞ്ഞ ഒരു ഡയറിയിലാണ് ഞാൻ UAE വർക്ക് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനത്തോടെ പറയാൻ പറ്റും, എൻ്റെ കൂടിയിലെ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ രാവിലെ 4 മണിക്ക് എണീച്ച് അവർ നോമ്പ് സ്റ്റാർട്ട് ചെയ്യും. കട്ടി പണിയാണ്. ഇത് വർക്ക് ചെയ്യുന്നവർ ഇത് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. കഷ്ടപ്പാടിൻ്റെ പണിയാണ്. ആ പണിയിൽ ഒരു നേരം ജ്യൂസിൻ്റെയും പാലിൻ്റെയും ഒക്കെ നടുക്ക് നിന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ വൈകുന്നേരം വരെ. അത് ചില ആൾക്കാർ അല്ലാതെയും ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. എങ്കിലും 99% ആൾക്കാരും എൻ്റെ കൂടെ പണിയെടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും അവർ മാറി നിന്നുകൊണ്ട് ആ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കട്ടി പണിയെടുത്തുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഈസി ആയിട്ടൊരു പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ആറ്റിറ്റ്യൂഡ് ഇല്ല. ആ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നോമ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളുള്ളത്. ഈ അവസരങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവാതെ ഇതേ കാരണം പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ബംഗാളിൽ നിന്നൊക്കെ പണിയെടുക്കാൻ വേണ്ടിയിരുന്ന ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അതാണ് ആറ്റിറ്റ്യൂഡ്. നമ്മളുടെ മനോഭാവത്തിനനുസരിച്ചാണ് നമുക്ക് ഏതൊരു പണിയും ഏതൊരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നത്. ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഏത് കാര്യവും ചെയ്യാൻ പറ്റും. സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ അതാണ് പ്രയോറിറ്റി. പ്രയോറിറ്റി മാറണമെങ്കിൽ ആറ്റിറ്റ്യൂഡ് വികസിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം തരുന്നു. ആറ്റിറ്റ്യൂഡ് മാറിയാൽ നമുക്ക് എല്ലാത്തിനും സമയം കണ്ടെത്താൻ സാധിക്കും.